ഹേ ഗായ്സ്, ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് വയനാട് 900 കണ്ടിയിലാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകണത്. ഇവിടെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, സിപ്പ് ലൈൻ ഉണ്ട്, പിന്നെ എന്തൊക്കെയുണ്ട് സിപ്പ് ലൈൻ ഉണ്ട്, ഒരുപാടുണ്ട്. അപ്പൊ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ജൈന്റ് സ്വിംഗ് ഉണ്ട്. അവിടെ എത്തിയപ്പോഴാണ് ഗൈസ് പറയുന്നത് ഞങ്ങൾക്ക് കാറിൽ വരാൻ പറ്റത്തില്ല, അവിടെ ജീപ്പിൽ മാത്രമേ അവിടെ എത്താൻ പറ്റത്തുള്ളൂ. അതൊരു 1.5 ട്രക്കിംഗ് ആയിരുന്നു ഗൈസ്. എങ്ങനെയുണ്ട്? നേരെ അങ്ങനെ ഞങ്ങൾ മുട്ടക്കാട്ടം മലയിലെത്തി ഗായ്സ്. എല്ലാ അഡ്വഞ്ചറും കണ്ടപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യം തന്നെ ഞങ്ങൾ എത്തിയത് ഗ്ലാസ് ബ്രിഡ്ജിലേക്കായിരുന്നു. ആ കുണുങ്ങി പോകുന്നത് കണ്ടില്ലേ, ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറാനാണ്. ആദ്യം കുറച്ച് പേരെ കയറിയിട്ട് അവരെല്ലാം ഇറങ്ങിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറത്തുള്ളൂ. വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്നതിന് മുന്നും കയറിയിട്ട് ശേഷവും ഉണ്ടായിരുന്നത്. അടുത്ത ഞങ്ങളുടെ ടേണായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജ് കയറി. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ വേറെ ഒരു രക്ഷയില്ല. ആ താഴോട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് പേടിയാവുന്നെങ്കിലും വേറെ ലെവല് ഫ്രെയിമായിരുന്നു ഗൈസ്. അത് പൊളി വ്യൂ ആണ്, പൊളി വ്യൂ ഗൈസ്. അപ്പം സിപ്പ് ലൈനിലൂടെ പൊക്കോണ്ടിരിക്കുക. സിപ്പ് ലൈൻ അല്ലല്ലോ, ഹൊറിസോണ്ടൽ ലാഡറിലൂടെ വാക്ക് ചെയ്യുവാണ്. ഇനി അടുത്ത ഞാനാണ് ഗൈസ്. എങ്ങനെയുണ്ട്? ടൈറ്റാണോ? പേടിയുണ്ടോ? തിരിച്ചു വന്ന് പകുതി വരം പോയിട്ട് തിരിച്ചു വന്നിട്ട് അയച്ചു തരൂല. ഓക്കെ, സ്റ്റാർട്ട്. ഇതാണ് നിങ്ങളുടെ ടാസ്ക്. ഒരു കുഴപ്പമില്ല, പോയാ മതി. അങ്ങ് പറ്റും. പോയിട്ട് വന്നാൽ 1000 രൂപ വരും. പോട്ടെ, ഒരു കുഴപ്പമില്ല. നേരെ നോക്കി പൊടി, എങ്കിൽ സ്റ്റെപ്പ് നോക്കി പൊടി. പോട്ടെ. അവിടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പറ. എനിക്ക് തിരിയാൻ പറ്റുന്നില്ലായിരുന്നു. അതേ ഉള്ളായിരുന്നു. ബാക്കി നടന്നു പോകുന്നതിന് നടുക്കെത്തിയപ്പോ ഒരു ചെറിയ പേടി. അടുത്ത ടേൺ ഞങ്ങളുടെ അച്ഛൻ്റെ ആയിരുന്നു ഗൈസ്. അച്ഛന് ഫുൾ കോൺഫിഡൻസോടെ ഞാൻ ഇപ്പം പെട്ടെന്ന് പോയി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റഡ് അച്ഛൻ പോവാണ്. അച്ഛൻ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നു ഗൈസ്. അടുത്ത നമ്മുടെ ഉണ്ണിക്കുട്ടൻ അതിസാഹസികമായിട്ട് ഒരു ഒറ്റക്കയറിലൂടെ നടന്നു പോകുന്നതാണ് ഗൈസ്. ഭയങ്കര പേടിയുണ്ടെങ്കിലും മുഖത്തത് എക്സ്പ്രസ് ഒന്നും കാണിക്കാതെ നടന്നു പോവുകയാണ്. അടുത്ത ഞങ്ങളുടെ അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ കയർ വെച്ചുണ്ടാക്കിയ പാലത്തിലൂടെയാണ് ഗൈസ് ഞങ്ങൾ പോകുന്നത്. ഈ അഡ്വഞ്ചറിലാണെങ്കിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ണിയായാലും കല്ലു ആയാലും ഞാനായാലും അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു. അമ്മ ഇതിലൊന്നും കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ എക്സൈറ്റഡ് ആയിട്ട് ഇതിൽ കയറുന്നുണ്ട്. പക്ഷെ ഞാൻ കുലിക്കൊക്കെ വീഴ്ത്താനായിട്ട് പേടിപ്പിക്കുന്നുണ്ട്. പക്ഷെ അമ്മ ഒന്നും പേടിയില്ല, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കയറി വരുവാണ്. അടിപൊളിയായിരുന്നു. ഇതെല്ലാം കയറിയാലും അടിപൊളിയായിട്ടുള്ള ഒരു അഡ്വഞ്ചർ ആയിരുന്നു ഇത്. അടുത്ത് പേടിപ്പെടുത്തുന്ന ഒരു അഡ്വഞ്ചർ ആയിരുന്നു ഗൈസ്. ആ ഒരു ഒറ്റ കയറിലൂടെ സൈക്കിള് ചവിട്ടി പോകണം. അതിൽ ധൈര്യശാലിയായിട്ട് ഉണ്ണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ധൈര്യം ഉണ്ടെന്ന് ഞങ്ങളുടെ അടുത്ത് മാത്രം പറഞ്ഞു. പക്ഷേ ഇറങ്ങിയപ്പോഴാണ് പറയുന്നത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എന്ന്. അങ്ങനെ അതും കഴിഞ്ഞ് അടുത്തതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരുന്നു ഞാനും ഉണ്ണിയും. അത് സിപ്പ് ലൈനിലൂടെ ആയിരുന്നു. അത് അടിപൊളി അഡ്വഞ്ചറാണ്. ഉണ്ണി അങ്ങനെ സിപ്പ് ലൈനിലൂടെ കടന്ന അപ്പുറത്തെ എഡ്ജിലെത്തിയപ്പോഴാണ് ഇവിടെ എന്നെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താണെന്ന് അറിയാനുള്ള ആ ഒരു ആകാംക്ഷയിൽ ഞാൻ എല്ലാം പെട്ടെന്ന് ഈ സേഫ്റ്റി മെഷേഴ്സൊക്കെ ഇട്ട് ഭയങ്കര എക്സൈറ്റഡ് നിൽക്കുക. അവിടെ ഞാനൊരു സ്റ്റൂളിൽ നിൽക്കുകയാണ്. സ്റ്റൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒന്ന് ഇരിക്കാൻ ആ ചേട്ടൻ പറഞ്ഞു. പിന്നെ ഞാൻ ഒന്നും അറിഞ്ഞില്ല ഗൈസ്. അടിപൊളിയായിട്ടുള്ള വ്യൂ കണ്ടിട്ട് ഞാൻ അങ്ങ് പറക്കുകയായിരുന്നു. വേറെ ലെവല് സാധനം, വേറെ ലെവല്. ഈ കയറിയതിലെല്ലാം വെച്ച് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ് ഗൈസ് ഈ ലാസ്റ്റായിട്ട് ഞങ്ങൾ ഈ കയറിയ ജെയിന്റ് സ്വിങ്. എൻ്റെ പൊന്നേ, എന്തുവാന്ന് നമുക്കറിയില്ല. ആദ്യമേ ഞങ്ങളുടെ ആ ഒരു ഊഞ്ഞാലിൽ ഞങ്ങളെ ഒരു കയർ കെട്ടി വലിക്കും. വലിച്ച് അങ്ങ് മുകളിലോട്ട് കൊണ്ടു ചെല്ലുമ്പം അവരൊരു വിടലുണ്ട്. അതൊരു 1.5 വിടലാണ്.
പിന്നെ കുറച്ച് നേരത്തേക്ക് അമ്മ അച്ഛന്നുള്ള വിളി മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഗൈസ്. പിന്നെ എനിക്ക് ഒരു ഓർമ്മയില്ല. കണ്ണടച്ച് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു ഗൈസ്. ഞാൻ വേറെ ലെവല് സാധനമാണ്. പക്ഷെ ഞാൻ നല്ല പേടിച്ചാണ് ഗൈസ് ഇരിക്കുന്നത്. ആ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒട്ടും പേടിയല്ലാത്തുള്ള രീതിയിലിരിക്കുക. പക്ഷെ ഞാൻ ഉള്ളിൽ നല്ല പേടിച്ചിരിക്കുകയാണ്. എൻ്റെ ശിവനെ ഏത് ജില്ല എന്നുള്ള ഒരു ഇതിലായിരുന്നു ഞാൻ. അടുത്ത അച്ഛനും ഉണ്ണിയായിരുന്നു ഗൈസ്. ഉണ്ണി എക്സൈറ്റഡ് ഒന്നുകൂടെ കയറി. അച്ഛന് നല്ല രീതിക്ക് പേടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഒരു അടിപൊളി അഡ്വഞ്ചർ സ്പോട്ടാണ് 900 കണ്ടി. എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യുക. ബൈ.